നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ മുസ്ലിം ലീഗ് ക്യാമ്പുകളിൽ നിറയുന്നത് തികഞ്ഞ ആവേശം. 10 വർഷത്തിന് ശേഷം UDF മുന്നണിയുടെ തിരിച്ചുവരവ് എല്ലാ ഏജൻസികളും ഒരുപോലെ പ്രവചിക്കുമ്പോൾ അതിന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് മലബാറിൽ നിന്നും ഇതര ജില്ലകളിൽ നിന്നും പുറത്തുവരുന്നത്. പാർട്ടി നേതൃത്വം കണക്കുകൂട്ടിയതുപോലെ മുസ്ലിം ലീഗിന്റെ മണ്ഡലങ്ങളിൽ ഹരിത തരംഗമാണ് പ്രവചിക്കപ്പെടുന്നത്. ഇത്തവണ ആര് ഭരിക്കണം എന്ന് കേരളം ചിന്തിച്ചപ്പോൾ UDF സഖ്യത്തിന്റെ നട്ടെല്ലായി മുസ്ലിം ലീഗ് മാറിയോ എന്ന ചോദ്യത്തിന് അതെ എന്നാണ് എക്സിറ്റ് പോളുകൾ നൽകുന്ന ഉത്തരം. കഴിഞ്ഞ തവണത്തേക്കാൾ ആത്മവിശ്വാസത്തോടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ലീഗ് പിടിച്ചെടുത്തത് വോട്ടർമാരുടെ ഹൃദയമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ലീഗ് കോട്ടകൾക്ക് ഇളക്കം തട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, മലപ്പുറത്തിന് പുറമെ കോഴിക്കോട് ജില്ലയിലും മുസ്ലിം ലീഗ് കരുത്തരാവുന്നു എന്നതാണ് എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന. മത്സരിച്ച 27 മണ്ഡലങ്ങളിൽ 21 എണ്ണത്തിൽ മുസ്ലിം ലീഗ് വിജയം സുനിശ്ചിതമാണെന്നാണ് ലീഗ് കണക്ക് കൂടുന്നത്. ഇടത് വമ്പന്മാരുടെ പതനവും പുതുമുഖങ്ങളുടെ കുതിപ്പും ഈ ഫലങ്ങളിൽ പ്രതിഫലിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, നജീബ് കാന്തപുരം, PK ബഷീർ തുടങ്ങി പ്രമുഖരായ നേതാക്കളെല്ലാം തങ്ങളുടെ മണ്ഡലങ്ങളിൽ ബഹുദൂരം മുന്നിലാണ്. ഇതുകൂടാതെ കടുത്ത പോരാട്ടം നടക്കുന്ന മറ്റ് 6 മണ്ഡലങ്ങളിലും ലീഗ് സ്ഥാനാർത്ഥികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. അവിടെയും വിജയം കൈവരിക്കാൻ കഴിഞ്ഞാൽ കേരള നിയമസഭയിലെ മുസ്ലിം ലീഗിന്റെ അംഗബലം റെക്കോർഡ് തലത്തിലേക്ക് ഉയരും. ഈ 6 മണ്ഡലങ്ങളിലും ചുരുങ്ങിയത് 3 ജയിക്കുമെന്നും ലീഗ് കരുതുന്നു. ഈ തരംഗം UDF ഭരണത്തിലേറുന്നതിൽ അതിനിർണായകമായ സ്വാധീനമാകും ചെലുത്തുക. ലീഗിന്റെ ഹൃദയഭൂമിയായ മലപ്പുറം ജില്ല തൂത്തുവാരുമെന്നാണ് എല്ലാ സർവേകളും ഒരുപോലെ പ്രവചിക്കുന്നത്. ജില്ലയിൽ മുൻനിര നേതാക്കളെല്ലാം മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പാർട്ടി ഉറപ്പിക്കുന്നു. 12 ജില്ലയിൽ പാർട്ടി മത്സരിക്കുന്നത്. ഈ തരംഗം UDF ഭരണത്തിലേറുന്നതിൽ അതിനിർണായകമായ സ്വാധീനമാകും ചെലുത്തുക. ലീഗിന്റെ ഹൃദയഭൂമിയായ മലപ്പുറം ജില്ല തൂത്തുവാരുമെന്നാണ് എല്ലാ സർവേകളും ഒരുപോലെ പ്രവചിക്കുന്നത്. ജില്ലയിൽ മുൻനിര നേതാക്കളെല്ലാം മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പാർട്ടി ഉറപ്പിക്കുന്നു. 12 ജില്ലയിൽ പാർട്ടി മത്സരിക്കുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി 40,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചേക്കാം. വേങ്ങരയിൽ KM ഷാജി 35,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണെന്നാണ് നിഗമനം. ഏറനാട് PK ബഷീർ 28,000, മഞ്ചേരി M റഹ്മത്തുള്ള 25,000-ലധികം എന്നിവരും മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടക്കും. കോട്ടക്കൽ KK ആബിദ് ഹുസൈൻ തങ്ങൾ 20,000-ന് മുകളിലും കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലിയും 20,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി സുരക്ഷിതമായ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം 15,000-ഓളം വോട്ടുകൾക്കും, പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, അതുപോലെ മങ്കടിയിൽ മഞ്ചലാംകുഴി അലി എന്നിവർ 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിനും വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് ഉറപ്പിക്കുന്നു. തിരൂരങ്ങാടിയിൽ PMA സമീർ 17,000-ന് മുകളിലും, തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ 10,000-ഓളവും, താനൂരിൽ PK നവാസ് 7,000-ലധികവും വോട്ടുകൾക്ക് വിജയിച്ചു വരുമെന്ന് മുസ്ലിം ലീഗ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. മലപ്പുറം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലാണ് ലീഗ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത്. കോഴിക്കോട്ടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മുസ്ലിം ലീഗിന് അനുകൂലമാകുന്ന കാഴ്ചയാണ് എക്സിറ്റ് പോളുകളിൽ കാണുന്നത്. കൊടുവള്ളിയിൽ PK ഫിറോസ് 15,000 വോട്ടുകളുടെ വ്യക്തമായ ലീഡുമായി വിജയിച്ചു വരും. കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള ചുരുങ്ങിയത് 6,000 വോട്ടിനും, കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബു 10,000 വോട്ടിനും, കുന്നമംഗലത്ത് MA റസാഖ് മാസ്റ്റർ ചുരുങ്ങിയത് 4,000 വോട്ടിനും, തിരുവമ്പാടിയിൽ CK കാസിം 3,000 വോട്ടുകൾക്കും മുന്നേറ്റം നടത്തും. UDF തരംഗമാണെങ്കിൽ പേരാമ്പ്രയിൽ വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ ഒരുപക്ഷെ വിജയിച്ചേക്കാം. മറ്റു ജില്ലകളിലേക്ക് വരുമ്പോൾ പാലക്കാട് മണ്ണാർക്കാട് M ശംസുദ്ദീൻ 18,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് പാർട്ടി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കല്ലട്ര മായിൻ ഹാജി 15,000 വോട്ടുകൾക്കും, മഞ്ചേശ്വരത്ത് AKM അഷ്റഫ് 12,000 വോട്ടുകൾക്കും വിജയിച്ചു കയറുമെന്നാണ് പ്രവചനം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ VE അബ്ദുൽ ഗഫൂർ 3,500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് നേതൃത്വം ഉറപ്പിക്കുന്നു. ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഒരു അനിഷേധ്യ ശക്തിയായി ഉദിച്ചുയരും. ജനവിധി പൂർണ്ണമായി അറിയാൻ വോട്ടെണ്ണൽ ദിനം വരെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. This rest and past and their debts.